എനിക്കൊരു സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബാക്ക് ചെയ്യാനൊരു സിസ്റ്റം ഉള്ളപ്പോൾ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഫെയിലിയർ ആയി കുഴപ്പമില്ല, സിസ്റ്റം ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ജോബിനെ സംബന്ധിച്ച് ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്, ഒറ്റയാൾ യുദ്ധമാണ്. അപ്പോൾ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ആത്മാർത്ഥത ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സാധനം ക്ലിക്ക് ആയില്ല. ക്ലിക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ കേട്ടില്ല എങ്കിൽ എനിക്ക് വിഷമമാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. കേൾക്കാതെ പോകുക എന്ന് പറയുന്ന ഒരു വിഷമമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ കലാകാരനും അവർ ചെയ്യുന്നത് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹം എത്തി ഓക്കെ, അത് അപ്രിഷ്യേറ്റഡ് ആയില്ലെങ്കിൽ അതിൻ്റെ വിധി അതാണ്. അത് എന്നിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ കുറച്ച് പേരിലേക്ക് ഒതുങ്ങി കുറച്ച് വിഷമമൊക്കെ ആവും ഉറപ്പായിട്ട്, നാച്ചുറലി. പക്ഷേ അതിൽ ഞാൻ അങ്ങനെ ട്രിപ്പ് ചെയ്ത് പോകാറില്ല. ഞാൻ അടുത്ത പാട്ടിറങ്ങിയാൽ പിന്നെ സത്യം പറഞ്ഞ കമൻസ് പോലും ഞാൻ പോയി നോക്കാറൊന്നുമില്ല. കാര്യം നോക്കും ഇടയ്ക്ക്, അങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് നോക്കത്തില്ല. വല്ലപ്പോഴും ഒന്ന് കുഴപ്പമില്ല കുറേ പേരൊക്കെ കേൾക്കും. സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ വളരെ ഹൈ കിട്ടാൻ ഇപ്പോൾ ഈ കണ്ണോട് കണ്ണായിടം കണ്ടാൽ മതി. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇത് മ്യൂസിക് ചെയ്ത് പോകുന്നത് അല്ലേ. ഇന്നൊരു ഗോഡ് ഫാദറോ ആരും ഇല്ലാതെ നമ്മുടെ ആർട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു കാലമല്ലേ. അത് ഇതുകൊണ്ട് മാത്രമല്ല, യൂട്യൂബ് വന്നപ്പോഴല്ലേ നമ്മളെല്ലാം മ്യൂസിക് അപ്രിഷ്യേറ്റഡ് ആയത്. അല്ലാതെ എന്ന് വെച്ചാൽ അതിനു മുമ്പേ ഇപ്പോൾ ചാനൽസിലുണ്ടായിരുന്നെങ്കിലും യൂട്യൂബ് ഒരു വലിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിരുന്നു. പണ്ട് ചാനൽസ് അധികം ഇല്ലാത്തൊരു കാലത്ത് വേറെ മീഡിയ ഇത് വന്നതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നു ചാനൽസിലെ വീഡിയോസ് പോലും അങ്ങോട്ട് ഇട്ടപ്പം അവിടെ നിന്നാണ് കൂടുതൽ. സത്യം, ഇപ്പം ഞാൻ ജോബുമായിട്ട് ഇതിൻ്റെ മുൻപ് നമ്മൾ ചെയ്ത ആ ഇൻ്റർവ്യൂവിൽ ജോബ് വളരെ ആത്മാർത്ഥമായിട്ട്, അത് എനിക്ക് ഭയങ്കര സോൾഫുൾ കോൺവെർസേഷൻ ആയിട്ടാണ് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൽ ജോബ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതിങ്ങനെ കറങ്ങി 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 എത്രയോ കാലത്തിന് ശേഷമൊക്കെ വീണ്ടും വരുമ്പോൾ ഞാൻ വിചാരിക്കും അത് നമുക്ക് സോഷ്യൽ മീഡിയ തരുന്ന സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഗുണം അതാണ്. എനിക്കൊന്ന് ഏത് ആർട്ട് ഫോമിനും ഇന്ന് പുറത്ത് വരാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിധി പോലെ ഇരിക്കും. അത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡോ? നെഗറ്റീവ് സൈഡ് ഉറപ്പായിട്ടും ഉണ്ട്. അത് എനിക്ക് തോന്നി അറ്റൻഷൻ സ്പാൻ കേൾക്കുമ്പോൾ വിഷമം വരാറുണ്ടോ? ഉറപ്പായിട്ടും വിഷമം വരും. അത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വിഷമമാണ് എന്ത് ചെയ്യാല്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് അങ്ങനെ നോക്കാറില്ല. പക്ഷെ കാണുമ്പോൾ ഉറപ്പായിട്ടും വിഷമം. ഷടാ എന്നാലും പുള്ളി എന്തിനാ, നമ്മൾ ഉദ്ദേശം അതായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വിഷമമാണ്. ബട്ട് സ്റ്റിൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിട്ട് കണ്ടങ്ങ് അങ്ങനെ പറ്റുള്ളൂ. പൊതുവേ ജോബ് ഭയങ്കര ഷൈ ആണ് അല്ലേ? സ്റ്റേജിൽ കാണുന്ന ഇപ്പൊ തന്നെ ഈ കൂളിംഗ് ഗ്ലാസ് എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ ഒരു കൂളിംഗ് ഗ്ലാസ് മുഖത്ത് വെപ്പിക്കാൻ. അതിപ്പോ വെയിൽ ആയോണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വെപ്പിക്കാൻ ഞാനൊരു 15 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏതാണ്ട് അത്രയും സമയത്തെ പിന്നെ ഇവിടെ വെയിലും ഒരു രക്ഷയില്ല. ഈ വെയിൽ താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച്. അപ്പോൾ എപ്പോഴും റിയൽ ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്, എനിക്കറിയാം. കാരണം കുറേ വർഷമായിട്ട് ഞങ്ങളൊക്കെ ജോബിന് കാണുന്നുണ്ട്. ഏതാണ്ട് ഒരേ തലമുറയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ജോബിൻ്റെ വളർന്ന് വരുന്ന ആ കാലമൊക്കെ നമ്മളൊരു സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നവരാണല്ലോ. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. ഈ ഇത്രയും ഷൈ ആയിട്ടുള്ള ഒരാൾ സ്റ്റേജിലെത്തുമ്പോൾ അങ്ങനേ അല്ല. ഞാൻ വിചാരിക്കും ഈ മറ്റേ ഉറഞ്ഞു തുള്ളുന്ന തെയ്യമൊക്കെ പോലെ അവിടെ വേറൊരു എനർജിയാണ്, ആവേശിക്കാൻ എനിക്ക് തോന്നുന്ന ആ ടേമാണ്. അവിടെ എത്തുമ്പോൾ ഇവര് വേറൊരു എനർജി, വേറൊരു ജോബ് കുര്യൻ അവിടെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഈ ട്രാൻസിഷൻ പോയിന്റ് എവിടെയാ? അത് എവിടെ നിന്ന് തൊട്ടിട്ടാ ഇത് കേറുന്നേ? എവിടെ ഇത് കേറുന്നതാണ് ദൈവമേ, ബാധ കേറുന്നതാക്കിയോ? അത്രയില്ലെങ്കിലും ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു ഒരു ഓഡിയൻസ് എനർജി വലിയ ഘടകമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ചെന്ന് കഴിയുമ്പം ആ ഒരു വാംത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഓരോന്നാണല്ലോ. ചിലയിടത്ത് ചെല്ലുമ്പോൾ അപ്പോഴേ നമുക്ക് നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണെന്നും ചിരികളിൽ ചിലപ്പോൾ 2 ചിരി മതി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ കൂടെയുള്ള നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ ഒരു എനർജി, അത് എപ്പോഴും ഞാൻ ഏറ്റവും മനസ്സുകൊണ്ട് അടുത്ത ആൾക്കാരെ മാത്രമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എനർജി ഹ്യൂജ് ബൂസ്റ്റാണ്. കൂടെ നിൽക്കുന്നവരുടെയും ഓഡിയൻസിൻ്റെയും അതെല്ലാം കൂടെ എന്തോ ഒരു മാജിക്കാണ്. ഒരു ദിവസം നമ്മൾ പറയുന്നത് ആ ദിവസം ഒരു ശക്തിയാണ്. അത് എല്ലാവർക്കും പല മുഖമാണെങ്കിലും ഒന്നേ ഉള്ളൂ എന്നുള്ള വിശ്വാസമാണ്. എപ്പോഴും ഈ കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമാണ് സ്റ്റേജിൽ അധികം കാണാറ്. യൂണിഫോമായി നീലയും കറുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ഥിരം വേഷമായി മാറിയത്. ഇല്ല, മുണ്ട് ഉടുക്കാൻ ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും സ്റ്റേജിൽ
സത്യം പറഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് എപ്പോഴും കാണാൻ രസമായിട്ട് എനിക്ക് തോന്നാറില്ല. ഈവൻ വേർത്താലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാലും അങ്ങനെ അറിയത്തില്ല. പിന്നെ നമ്മൾ അത്ര പെർഫെക്റ്റ് മറ്റേ 6 പാക്കോ ഫാമിലി പാക്കും കൊണ്ട് നടക്കുന്ന ആണ്. 6 പാക്ക് അല്ലാത്തതുകൊണ്ടും സ്റ്റേജിൽ എപ്പോഴും ബ്ലാക്കോ ബ്ലൂ ഓർ ഡാർക്ക് ബ്രൗൺ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരിക്കും നല്ലത്. പിന്നീട് ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ചമ്മലില്ലാത്ത ലെവലിൽ കാണണമെങ്കിൽ അങ്ങനെ ഒരു സമാധാനം തോന്നും. പിന്നെ അതിൽ ബ്ലാക്ക് ഇഷ്ടമാണ് പണ്ട് മുതൽ. എനിത്തിങ് മോണോക്രോം ഫോട്ടോസ് മുതൽ എല്ലാം ബ്ലാക്ക് അതൊരു ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ പോളിസീസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്.